മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഞാൻ ജ്യോതിഷത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തുമ്പോൾ പറയാറുണ്ട്. അതുപോലെ തന്നെ വിവാഹ പൊരുത്തത്തെക്കുറിച്ച് വിമർശനാത്മകമായിട്ട് പറയാറുണ്ട്. പിന്നെ ഈ ധനാകർഷണ ഭൈരവ യന്ത്രത്തെക്കുറിച്ചും സ്വത്തുണ്ടാകാൻ ധനാകർഷണ ഭൈരവ യന്ത്രം ഉപയോഗിക്കുന്നതിനെക്കുറിച്ചും ഐശ്വര്യം ഉണ്ടാവാൻ മേരു യന്ത്രം ഉപയോഗിക്കുന്നതിനെക്കുറിച്ചും ലക്ഷ്മി വിളക്ക് വെച്ച് കഴിഞ്ഞാൽ ഐശ്വര്യം ഉണ്ടാവും എന്ന് പറയുന്നതിനെക്കുറിച്ചൊക്കെ ഞാൻ സംസാരിക്കാറുണ്ട്. അപ്പോൾ ചിലര് വളരെ വിരളമായിട്ട് ചിലരെന്നോട് ചോദിക്കാറുണ്ട്, സാറ് ജ്യോതിഷത്തെക്കുറിച്ച് 2 പുസ്തകം എഴുതിയിട്ടുണ്ട്, പൊരുത്തത്തെക്കുറിച്ചും ജ്യോതിശാസ്ത്രത്തെക്കുറിച്ചും. ആധികാരികമായിട്ടുള്ള പുസ്തകമാണ്. ഞാൻ ഏതാണ്ട് 7 വർഷത്തോളം പ്രൊഫസർ മുത്തുസ്വാമിയുടെ കീഴിൽ യൂണിവേഴ്സിറ്റി പ്രൊഫസറായിരുന്ന ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം 3 MA ഉള്ള പ്രൊഫസർ മുത്തുസ്വാമി സാറിൻ്റെ കീഴിൽ ജ്യോതിഷം പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു വശത്ത് സാറ് ജ്യോതിഷത്തെ എതിർക്കുകയും ചിലപ്പോൾ സാറ് ജ്യോതിഷത്തെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇത് രണ്ടും കൂടി എങ്ങനെയാണെന്ന് വളരെ വേണ്ടപ്പെട്ടവർ ചോദിക്കാറുണ്ട്. ഞാൻ ജ്യോതിഷത്തെക്കുറിച്ച് പറയേണ്ടി വരുമ്പോൾ, ഈ വിവാഹ പൊരുത്തത്തെക്കുറിച്ച് പറയേണ്ടി വരുമ്പോൾ ഉറപ്പിച്ചു പറയാറുണ്ട്, വിവാഹ പൊരുത്തം എന്ന് പറയുന്ന രാശിപ്പൊരുത്തം, രാശ്യാധിപ പൊരുത്തം, സ്ത്രീദീർഘ പൊരുത്തം, ഗണപ്പൊരുത്തം, യോനിപ്പൊരുത്തം, ദിനപ്പൊരുത്തം, രജ്ജുപൊരുത്തം, അങ്ങനെയുള്ള പൊരുത്തങ്ങൾ ശുദ്ധബദ്ധാണ്. അങ്ങനെ പറയാൻ കാരണമുണ്ട്. ഈ രാശിചക്രത്തിലെ 12 ഭാവങ്ങളും 9 ഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ പ്ലാനറ്റ് എന്നല്ല അർത്ഥം. 9 ഗ്രഹങ്ങളും അവയുടെ യോഗം, അവയുടെ ഉച്ചക്ഷേത്രം, നീചക്ഷേത്രം, ശത്രുക്ഷേത്രം, മിത്രക്ഷേത്രം, ബന്ധുക്ഷേത്രം, അവയുടെ ദൃഷ്ടി, അവയുടെ കണ്ടകത്വം, അവയുടെ ത്രികോണത്വം, ഇതൊന്നും നോക്കാതെയാണ് യഥാർത്ഥത്തിൽ ഈ വിവാഹ പൊരുത്തം എന്നുള്ളത് നോക്കുന്നത്. അതായത് വലിയ ഒരു ഏരിയയിൽ ഒരു ചെറിയ പോയിന്റ് എടുത്തിട്ട് നല്ല നല്ല വിവാഹാലോചനകൾ മുഴുവനും തകർന്നു പോവാണ്. അതുകൊണ്ട് ഈ ഒരു യുക്തിയുമില്ലാത്ത ഈ വിവാഹപ്പൊരുത്തം എന്നുള്ളത് ഒരു കാരണവശാലും സ്വീകരിക്കരുത്. മാത്രമല്ല, ഇനി സ്വീകരിക്കണമെങ്കിൽ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിരിക്കുന്ന നമ്മുടെ പൂർവികരുടേതായിട്ടുള്ള വിദ്യ, വിത്തം, കുലം, രൂപം, മനം, ശീലം, പ്രായം, ആരോഗ്യം. വിദ്യ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ, വിത്തം സാമ്പത്തികമായിട്ടുള്ള അവസ്ഥ, കുലം ബാക്ക്ഗ്രൗണ്ട്, വിദ്യ, വിത്തം, കുലം, രൂപം അവരുടെ ശാരീരികമായിട്ടുള്ള രൂപം, വിദ്യ, വിത്തം, കുലം, രൂപം, മനം അവരുടെ മെന്റൽ ആറ്റിറ്റ്യൂഡ്, മനം, ശീലം, പ്രായം, ആരോഗ്യം. ഈ 8 കാര്യമാണ് നോക്കേണ്ടത് എന്ന് പറയാറുണ്ട്. പിന്നെ ജ്യോതിഷത്തെക്കുറിച്ചാണ് പലരും ചോദിക്കാറുള്ളത്. ഇവിടെ ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാറുണ്ട്, ജ്യോതിഷം മുഴുവനും തെറ്റാണെന്നോ ശരിയല്ലെന്നോ എതിർക്കണമെന്നോ പുച്ഛിക്കണമെന്നോ അല്ല. പക്ഷെ എത്രയോ വ്യക്തികൾ ഈ ജ്യോതിഷത്തെ മാത്രം ആധാരമാക്കി അതാണ് ജീവിതം എന്ന് പറഞ്ഞ് നടക്കുന്നു. ഈ ലോകത്തിലെ ചില ഡോക്ടർമാരെ കണ്ട് അവര് തരുന്ന വിഷം നിറഞ്ഞ മരുന്ന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അവര് വെറുതെ എഴുതി തരുന്നത് കഴിച്ചുകൊണ്ടിരിക്കുന്നവര് എത്രത്തോളം അന്ധവിശ്വാസികളാണോ മെഡിക്കൽ ഫീൽഡില്, അത്രയും തന്നെ അന്ധവിശ്വാസികളാണ് കണ്ണുമടച്ച് ജ്യോതിഷത്തെ വിശ്വസിക്കുന്നവരെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതിൽ നമുക്ക് പ്രയോജനമുള്ളത് ധാരാളമുണ്ട്. ഈ ലോകത്തിലെ കാലാവസ്ഥയും പ്രവചനമാണ്, കൃഷിയും പ്രവചനമാണ്, ഇന്ത്യൻ ബഡ്ജറ്റും പ്രവചനമാണ്, അടുത്ത 11 വർഷത്തെ ആവശ്യത്തിന് വേണ്ടി ബഡ്ജറ്റ് ഉണ്ടാക്കുന്നത് പ്രവചനമാണ്, നമ്മുടെ ജനസംഖ്യയെക്കുറിച്ചുള്ളത് പ്രവചനമാണ്, നമ്മുടെ കോളേജുകൾ നിർമ്മിക്കുന്നതിനെ കുറിച്ചുള്ളത് പ്രവചനമാണ്, വിജയിക്കുന്നത്, ഇലക്ഷനിൽ വിജയിക്കുന്നത് പോലും പലപ്പോഴും പ്രവചനമാണ്. പിന്നീടാണ് വസ്തുതയിലേക്ക് വരിക. അപ്പൊ ഈ പ്രവചനങ്ങൾ അവിടെയെല്ലാം തെറ്റുന്നത് പോലെ ഇവിടെയും തെറ്റാം. പക്ഷേ അതെല്ലാം വെച്ചുകൊണ്ടാണ് ഇന്ന് ലോകം മുമ്പോട്ട് പോകുന്നത് ജീവിതത്തിന്റെ കാര്യത്തിൽ. അപ്പൊ ജ്യോതിഷത്തിന്റെ കാര്യത്തിലും ഇതെല്ലാം അങ്ങ് തൂത്തെറിയണമെന്ന അർത്ഥത്തിലല്ല. അതും ഒരു പാരാമീറ്ററാണ്. 2ാം ഭാവത്തിൽ ശുക്രൻ ഉണ്ടെങ്കിൽ, ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, ആ കുട്ടിയെ പാട്ട് പഠിപ്പിക്കാൻ അല്ലെങ്കിൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് പഠിപ്പിക്കാൻ ശ്രമിക്കണം. ശരിക്കും 10ാം ഭാവത്തിൽ ബുധൻ ഉണ്ടെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആക്കലാണ് നല്ലത്.
10ാം ഭാവത്തിൽ സൂര്യനുണ്ടെങ്കിൽ ഉച്ചത്തിലോ മറ്റോ ആണ്, ഉച്ചത്തിന് അടുത്താണ്, മേടൻ രാശിയിലാണ് സൂര്യൻ വരുന്നതെങ്കിൽ IAS പഠിപ്പിക്കാൻ ശ്രമിക്കണം. ശുക്രനും രാഹുവും ഉണ്ടെന്ന് വിചാരിക്കാം, മെഡിസിന് താല്പര്യം ഉണ്ടാവും. അല്ലെങ്കിൽ ചൊവ്വയാണ് ഈ 10ാം ഭാവത്തിലുള്ളതെങ്കിൽ കെമിസ്ട്രി പഠിപ്പിക്കാൻ നല്ലതാണ്. അതിൽ ഗുരുവിൻ്റെ ജൂപ്പിറ്ററുടെ ദൃഷ്ടി ഉണ്ടെങ്കിൽ ഒരു കെമിസ്ട്രി അധ്യാപകനാവാൻ പറ്റിയ പാർട്ടിയാണ്. അപ്പോൾ ഞാനിത് എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതെല്ലാം ഞാൻ പറഞ്ഞത് ഈ ഫീൽഡിലൊക്കെ അറിവുണ്ടെന്ന് കാണിക്കാനൊന്നുമല്ല, ഞാൻ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിന് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇപ്പോൾ 6ാം ഭാവത്തിൽ ചൊവ്വയുണ്ടെങ്കിൽ ഹൈപ്പർ അസിഡിറ്റി ഉണ്ടാവും, ധാരാളം നെഞ്ചുവേദന ഉണ്ടാവും. ലഗ്നത്തിൽ ചൊവ്വയുണ്ടെങ്കിലും ചൊവ്വയുടെ ദൃഷ്ടി ഉണ്ടെങ്കിലും നെഞ്ചുവേദന കുറേ കോമൺ ആയിരിക്കും. കഴിച്ച ഭക്ഷണം വളരെ പെട്ടെന്ന് ദഹിക്കും. ഇപ്പം ലഗ്നത്തിൽ ശുക്രനുണ്ടെങ്കിൽ മധുരത്തോട് വലിയ കമ്പം ഉണ്ടാവും. ലഗ്നത്തിൽ ഗുരു ഉണ്ടെങ്കിൽ ഒരു ഉപദേശിയെ പോലെ ആയിരിക്കും എപ്പോഴും സംസാരിക്കാം, അല്ല മറ്റുള്ളവരെ ഉപദേശം കൊടുക്കാൻ. അപ്പൊ ഇങ്ങനെയുള്ള ക്യാരക്ടർ അയാൾക്ക് ഉണ്ടാവുമെന്ന് നേരത്തെ നമുക്ക് അറിയാൻ സാധിച്ചാൽ അതനുസരിച്ച് നമുക്ക് റെസിപ്രോക്കേറ്റ് ചെയ്യാമല്ലോ. തിരിച്ച് അയാളോട് സംസാരിക്കുമ്പോൾ അത് അയാളുടെ ജന്മവാസനയാണ്, ജന്മസ്വഭാവമാണെന്ന് പറയാമല്ലോ നമുക്ക്. അങ്ങനെ പ്രയോജനപ്പെടുത്താൻ സാധിക്കും. പക്ഷെ അതൊക്കെ 100% ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യാനും പാടില്ല. എന്താ ഇതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജന്മം 4-5 തരത്തിലാണ് തീരുമാനിക്കുക. അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ശിരസ് കാണുക, ശിരോദർശനം, ഭൂസ്പർശനം, ഭൂമിയിലേക്ക് സ്പർശിക്കുന്ന സമയം, കരയുന്ന സമയം രോദനം, കടിബന്ധനം, പൊക്കിൾക്കൊടി മുറിക്കുന്ന സമയം. ഇതൊക്കെ തമ്മിൽ കുറേ വ്യത്യാസം ഉണ്ടാവും. ഈ വ്യത്യാസം അനുസരിച്ച് ലഗ്നം മാറിക്കൊണ്ടിരിക്കും. ലഗ്നത്തിൽ മാറ്റം അനുസരിച്ച് ഭാവത്തിന്റെ കാൽക്കുലേഷനിൽ മാറ്റം ഉണ്ടാവും. ആ ഭാവത്തിന്റെ കാൽക്കുലേഷൻ അനുസരിച്ചിട്ട് ശരിക്കും ദശയുടെ ഡ്യൂറേഷൻ മാറും. ഓരോ ദശയും മാറും. ആ ദശ മാറുന്നതനുസരിച്ചിട്ട് ഭാവം മാറുന്നതിനനുസരിച്ചിട്ട് നമ്മളുടെ പ്രഡിക്ഷനിൽ കുറേ വ്യത്യാസങ്ങൾ വരാം. ഈ ലോകത്തിലെ ഒരറിവും 100% പെർഫെക്റ്റ് അല്ല. അതേപോലെ തന്നെ ഈ കാൽക്കുലേഷനിൽ തന്നെ വേരിയേഷൻ വരുന്നത് കൊണ്ട് അതും 100% പെർഫെക്റ്റ് ആവില്ല. ഈ 100% പെർഫെക്റ്റ് അല്ലാത്തത് എന്തിനാ പിന്നെ നമ്മൾ സ്വീകരിക്കുന്നത്? ഈ ലോകത്തിലെ എത്രയോ സർജറി നടത്തിയിട്ട് ആ തിയേറ്ററിൽ വെച്ച് തന്നെ മരിച്ചവരുണ്ട്. ക്യാൻസർ ട്രീറ്റ് ചെയ്തെല്ലാം കഴിഞ്ഞിട്ടാണ് മനസ്സിലാവുന്നത് ക്യാൻസർ ആയിരുന്നില്ല എന്ന്. അങ്ങനെയുള്ളതുണ്ട്. എൻ്റെ അടുത്ത ബന്ധുവിന് സ്റ്റിറോയിഡ് കഴിക്കാൻ ലോകപ്രസിദ്ധനായിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞൻ കൊടുത്തിട്ട് ഇപ്പം ആ ബന്ധുവിൻ്റെ ശാരീരികാവസ്ഥ മുഴുവനും ആ സ്റ്റിറോയിഡ് കഴിച്ചതാണ്. അത് ഒരു കാരണവശാലും കഴിക്കാൻ പാടില്ലാത്ത സ്റ്റിറോയിഡ് ആയിരുന്നു. അപ്പോൾ ലോകപ്രസിദ്ധനായിട്ടുള്ള പ്രൊഫസറാണ്, ഒരു മെഡിക്കൽ കോളേജിലെ പ്രൊഫസറാണ് ഈ സ്റ്റിറോയിഡ് അടിച്ച് കയറ്റിയിട്ട് എൻ്റെ കുടുംബത്തിന് കൊടുത്തത്. അതിൻ്റെ ദുരിതമാണ് അനുഭവിക്കുന്നത്. അപ്പം എൻ്റെ MBBS MDയും FRCS പ്രൊഫസറും ആയതുകൊണ്ട് അവർ പറയുന്നതെല്ലാം ശരിയാണെന്നുണ്ടോ? ഞാൻ ദുഃഖിക്കാറുണ്ട്. ആ ഡോക്ടറെ കാണുമ്പോൾ തന്നെ എനിക്ക് തോന്നാറുണ്ട് നിങ്ങളാണ് ഈ അവസ്ഥയിലാക്കിയതെന്ന് തോന്നാറുണ്ട്. പക്ഷെ പറയാൻ നിവൃത്തിയില്ല. അദ്ദേഹത്തിന് വേണമെങ്കിൽ തിരിച്ചു പറയാം, ഞാൻ പറഞ്ഞില്ലല്ലോ നിങ്ങളുടെ കുടുംബത്തോട് എൻ്റെ അടുത്തേക്ക് വരാനും എൻ്റെ ചികിത്സ സ്വീകരിക്കാനും ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ശരിക്കും ഞാൻ പറഞ്ഞത് മോഡേൺ മെഡിസിൻ ആയാലും കാലാവസ്ഥയാണെങ്കിലും അതല്ലെങ്കിൽ നമ്മുടെ ഡെമോഗ്രഫിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണെങ്കിലും സയൻറ്റിഫിക് ആൻഡ് ടെക്നോളജി ആണെങ്കിലും ശരിക്കും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാവുന്ന ആരെങ്കിലും പറഞ്ഞിരുന്നു? കേജ്രിവാള് ഡൽഹിയിലെ മുഖ്യമന്ത്രിയാകുമെന്ന് ആരെങ്കിലും പറഞ്ഞിരുന്നു? ഒരുപക്ഷെ LDF കേരളത്തിൽ വരുമെന്ന് പറഞ്ഞത് ശരിയായിരുന്നിരിക്കും. നമ്മൾ AIADMK ഇത്രയും അധികം സീറ്റ് നഷ്ടപ്പെടുമെന്ന് ഒരിക്കലും തമിഴ്നാട്ടുകാർ വിചാരിച്ചിട്ടില്ല. DMK ഇത്ര സീറ്റ് കിട്ടുമെന്ന്. അപ്പം ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. പ്രൊഡിക്ഷനൊക്കെ തെറ്റിപ്പോകുന്നതിൻ്റെ ഭാഗമാണ്. ആ പ്രൊഡിക്ഷൻ ഇവിടെയും കുറേയൊക്കെ തെറ്റിപ്പോവാം. പക്ഷെ അതാണ് നമുക്ക് ചൂണ്ടുവലയായിട്ടുള്ളത്. പക്ഷെ അത് അന്ധമായിട്ട് വിശ്വസിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്ന് മറക്കരുത്. എല്ലാത്തിലെയും നന്മകൾ എടുക്കുക, അന്ധമായിട്ട് ഒന്നിനെയും ഫോളോ ചെയ്യാതിരിക്കുക. പ്രണാമം, നമസ്കാരം.